iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നെറ്റ് ജോഗ്രഫിയുടെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ സെഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെല്ലാം ചോദ്യങ്ങളാണ് കഴിഞ്ഞ നെറ്റ് ജോഗ്രഫിയുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് any delay we will move to our first question on the screen. അപ്പം നോക്കിക്കേ, in the given equation p1 is equal to a11 x1 plus a12 x2 plus അങ്ങനെ പോകുന്നുണ്ട് അല്ലേ, a1k into xk. So what a11 refers to? ഇതിൽ a11 എന്ന് പറയുന്ന ആ കോമ്പോണന്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രിൻസിപ്പൽ കോമ്പോണന്റ്, കമ്മ്യൂണാലിറ്റി, ഈഗൻ വാല്യൂ, ലോഡിങ്സ്. ഓക്കെ, സോ ഈ 4 ഓപ്ഷനുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? a11 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, യെസ്, എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് വേരിയൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലേ. സോ ഈച്ച് പ്രിൻസിപ്പൽ കോമ്പോണന്റ് എടുക്കുമ്പോഴും അതിലുള്ള എമൗണ്ട് ഓഫ് വേരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. കമ്മ്യൂണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണാലിറ്റി എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ദ പ്രപ്പോർഷൻ ഓഫ് വേരിയബിൾ വേരിയൻസ് that is explained by the extracted factor or component. ഓക്കെ, അപ്പം എക്സ്ട്രാക്റ്റഡ് ഫാക്ടറിൻ്റെയോ അല്ലെങ്കിൽ കോമ്പോണൻസുകളെയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേരിയബിൾ വേരിയൻസിൻ്റെ പ്രൊപ്പോർഷനെ റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് കമ്മ്യൂണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ലോഡിങ്സ്. ലോഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി കോഎഫിഷ്യൻസ് ഇൻ ദ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന കോഎഫിഷ്യൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ കോമ്പോണന്റ്. അത് നമുക്കറിയാം അല്ലേ. പ്രിൻസിപ്പൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ ന്യൂ അൺകോറിലേറ്റഡ് വേരിയബിൾസ് ഫോംഡ് ബൈ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഒറിജിനൽ വേരിയബിൾസ്. അപ്പം ഈ തന്നിരിക്കുന്നത് എടുക്കുന്ന സമയത്ത് ഇതിൽ P1 എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് പ്രിൻസിപ്പൽ കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ലോഡിങ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ 4 ലോഡിങ്സ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ പ്രിൻസിപ്പൽ കോമ്പോണൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലായി അല്ലേ. സോ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് ജോഗ്രഫിയിൽ x1 x2 xk a11 x11 എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ എക്സിന്റെ വേരിയബിൾസ് കാണിക്കുന്നത് ഒറിജിനൽ വേരിയബിൾസ്. P1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പോണന്റ് ആണ്. A11 A12 എന്ന് പറയുന്നതാണ് കോമ്പോണന്റ് ലോഡിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഒറിജിനൽ ആയിട്ടുള്ള നോർമലി കോമ്പോണന്റ് ലോഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് റെപ്രസെന്റ്സ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ഒറിജിനൽ വേരിയബിൾ ആൻഡ് ദ പ്രിൻസിപ്പൽ കോമ്പോണന്റ്. ഓക്കെ അല്ലേ. It indicates the contribution of each variable to the component. മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ലോഡിങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കോഎഫിഷ്യൻസ് ഇൻ എ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്കാരിഫിക്കേഷൻ റെഫേഴ്സ് ടു. സ്കാരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്സ്കവേഷൻ ആൻഡ് ലാൻഡ് ഡിസ്റ്റർബൻസസ് ഇനീഷ്യേറ്റഡ് ടു എക്സ്ട്രാക്ട് മിനറൽ റിസോഴ്സസ്. മിനറൽ റിസോഴ്സസുകളെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള എക്സ്കവേഷനും അതിൻ്റെ ലാൻഡ് ഡിസ്റ്റർബൻസസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടേമാണ് സ്കാരിഫിക്കേഷൻ. അടുത്തത് സ്പോണ്ടേനിയസ് ഡൗൺ ഹിൽ മോഷൻ ഓഫ് ദ റെഗോലിത്ത്. റെഗോലിത്ത് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഡെബ്രിസ് ആണ് അല്ലേ. അപ്പം ഡൗൺ ഹില്ലിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഡെബ്രിസുകളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് സ്കാരിഫിക്കേഷൻ. അടുത്തത് മഡ് ഫ്ലോസ് ഓൺ ദ സ്ലോപ്പ് ഓഫ് ഇറപ്റ്റിംഗ് വോൾക്കാനോസ്. വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഉണ്ടാവുന്ന മഡ് ഫ്ലോ ആണ്. അടുത്തത് മാസ് വേസ്റ്റിംഗ് ഓഫ് ദ എർത്ത് മെറ്റീരിയൽ വിത്ത് ഹൈ വാട്ടർ കണ്ടന്റ്. ഇതിലേതായിരിക്കും സ്കാരിഫിക്കേഷൻ എന്ന് പറയുന്ന ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത്?
ഇതെല്ലാം കോൺസെപ്റ്റുവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? നോക്കാം. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ 1 ആണ്. സോ എക്സ്കവേഷൻ അതുപോലെ തന്നെ ലാൻഡ് ഡിസ്റ്റർബൻസസ് ഇനീഷ്യേറ്റഡ് ടു എക്സ്ട്രാക്ട് മിനറൽ റിസോഴ്സസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് സ്കാരിഫിക്കേഷൻ. ഓക്കെ അല്ലേ? So scarification is a process in mining and land reclamation. അപ്പം ഇതിൽ ഉൾപ്പെടുന്നതാണ് ബ്രേക്കിംഗ് ഓഫ് ദ സർഫേസ് സോയിൽ, അതുപോലെ തന്നെ സ്ക്രാച്ചിങ് ഓർ ലൂസനിങ് ദ ഗ്രൗണ്ട്, പ്രിപ്പയറിംഗ് ലാൻഡ് ഫോർ മിനറൽ എക്സ്ട്രാക്ഷൻ ഓർ ലാൻഡ് റീസ്റ്റോറേഷൻ. അപ്പം ഒരു ലാൻഡിന്റെ മൈനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലാൻഡിന്റെ റിക്ലമേഷനും ഉൾപ്പെടുന്ന പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ സർഫേസ് മൈനിങ്, ഫോറസ്റ്റ് സോയിൽ ട്രീറ്റ്മെന്റ്, ലാൻഡ് റീഹാബിറ്റേഷൻ മുതലായവ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു ടെർമിനോളജി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. Yes. Which one of the following layers of the atmosphere is the home of strong persistent wind and that flow from the west to east? അപ്പം താഴെ തന്നിരിക്കുന്ന ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിൽ ഏത് ലെയറാണ് ഹോം ഓഫ് സ്ട്രോങ് ആൻഡ് പെർസിസ്റ്റന്റ് വിൻഡ് ദാറ്റ് ഫ്ലോ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ അതിന് പേര് കേട്ടിട്ടുള്ള ഒരു ലെയർ ഏതാണ്? അപ്പം താഴെ തന്നിരിക്കുന്ന എല്ലാ ലെയറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഹെട്രോസ്ഫിയർ മുതലായവയെല്ലാം തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ടെർമിനോളജീസ് ആണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന ഏത് ടെർമിനോളജിയാണ് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് മീസോസ്ഫിയർ, എന്താണ് തെർമോസ്ഫിയർ, എന്താണ് സ്ട്രാറ്റോസ്ഫിയർ, എന്താണ് ഹെട്രോസ്ഫിയർ അല്ലേ? നമ്മൾ ഓൾറെഡി പരിചിതമായിട്ടുള്ള ടെർമിനോളജീസ് ആണ് ഇതെല്ലാം അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ആൻസർ? അപ്പം ഒരു കുഞ്ഞ് ഡിസ്കഷനിലേക്ക് പോവാം, അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പം മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും കോൾഡസ്റ്റ് ലെയർ അറിയപ്പെടുന്ന ഒരു ലെയറാണ്. അതുകൂടാതെ മീറ്ററോയിഡ്സിന്റെ പ്രസൻസ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമുക്ക് ഈ ഒരു ടെർമിനോളജിയിൽ വിളിക്കുന്നത് അല്ലേ? അടുത്തത് തെർമോസ്ഫിയർ. ഓറാസ് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അതുകൂടാതെ ഈ ലെയറിൽ തന്നെ അയണിന്റെ പ്രസൻസ്, അയനോസ്ഫിയറുടെ പ്രസൻസ് ഉള്ളതിനെ കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ലെയർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഹെട്രോസ്ഫിയർ. അപ്പം രണ്ട് ഡിവിഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം ഈ ഒരു ടേം അപ്പർ പോർഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ കാണിക്കാൻ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് അല്ലേ? അതായത് എബവ് 80 കിലോമീറ്റേഴ്സ്, അതായത് സർഫേസിൽ നിന്നും എബവ് 80 കിലോമീറ്റേഴ്സിന് മുകളിലുള്ള ലെയേഴ്സിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അപ്പം 80 കിലോമീറ്റേഴ്സിന് താഴെയാണെങ്കിൽ ഹോമോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ടേമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വെർ ദ ഗ്യാസസ് ആർ സെപ്പറേറ്റഡ് into the layer molecular weight rather than being well mixed. അപ്പം ഓരോ ലെയറിലും ഏതെല്ലാം തരത്തിലുള്ള ഗ്യാസസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ഗ്യാസസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിവിഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ സ്ട്രാറ്റോസ്ഫിയർ നമുക്ക് അറിയുന്ന ഒന്നാണ് അല്ലെ? ഓസോൺ ലെയറിന്റെ പ്രസൻസ് ഉള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടി വരുന്ന ഒരു ഫിനോമിന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ 3 സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ നോക്കിക്കേ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന 10 to 15 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ കണ്ടുവരുന്ന സ്ട്രോങ് വിൻഡ് സിസ്റ്റം ഉള്ള ഒരു ലെയറാണ്. അപ്പം ഇവിടെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിൻഡ് എന്ന് പറയുന്നത് ജെറ്റ് സ്ട്രീമിന്റെ പ്രസൻസുകളാണ്. ഓക്കെ, അപ്പം നോർമലി ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റേൺ ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? മൂവ് ചെയ്ത് പോകുന്ന ഒന്നാണ് അല്ലേ? അപ്പം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ലെയറാണ്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്, ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ എയർക്രാഫ്റ്റുകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ലെയറിലാണ്. ഓക്കെ, അപ്പം ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലേ?
അതായത് നാരോ ബാൻഡ് ഓഫ് വെരി സ്ട്രോങ് വിൻഡ് ആയിരിക്കും ഇത്. നോർമലി ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റേൺ ഡിറക്ഷനിലായിരിക്കും. സോ അപ്പം ഇത് കാണുന്ന സമയത്ത് അതായത് ഈ ജെറ്റ് സ്ട്രീംസിന്റെ പ്രസൻസ് ഉള്ള ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൗണ്ടറി ഓഫ് ദ ട്രോപ്പോസ്ഫിയർ. ബൗണ്ടറി ഓഫ് ദ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പോപോസ് ആണ് അല്ലേ? അപ്പം ഇത് ഫേമസ് ആയിട്ടും കണ്ടുവരുന്നത് ലോവർ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ 10 to 15 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ലെയർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തന്നെ ലോവർ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള സ്ട്രോങ് വിൻഡിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ വെരി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഇതെന്ന് പറയാം. ഓക്കെ, കാരണം നമ്മളുടെ ട്രോപ്പോസ്ഫിയറിലുള്ള പോലെ തന്നെ അത്രയും വലുതായിട്ടുള്ള ഒരു വെതർ ഫ്ലക്ച്വേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഓക്കെ, അതായത് ക്ലൗഡിന്റെ ആയാലും സ്റ്റോംസിന്റെ അത്തരത്തിലുള്ള ഒരു പ്രസൻസ്, വെതറിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയില്ല. ട്രോപ്പോസ്ഫിയറിലാണ് അത് ഏറ്റവും കൂടുതൽ മാക്സിമം ലെവലിലേക്ക് പോകുന്നത്. സോ ദിസ് ലാക്ക് ഓഫ് ഡിസ്റ്റർബൻസസ് കമ്പൈൻഡ് വിത്ത് ഹൈ സ്പീഡ് വിൻഡ്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, വിൻഡിന്റെ പ്രസൻസ് കൂടുതലാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസസ് ടു ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഈ ഒരു തിയറി, അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ഒറിജിനലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നോട്ടസ്റ്റീൻ ആണ് 1929. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇൻ ദ ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. തേർഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, in low stationary stage of demographic transition infant mortality rates remains high. Okay, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? അറ്റ് കോണ്ടിനെന്റൽ ലെവൽ ഏഷ്യ, യൂറോപ്പ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കോണ്ടിനെന്റുകളാണ് എന്തെന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നോട്ടസ്റ്റീൻ ആണോ കൊണ്ടുവന്നിട്ടുള്ളത്, ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജിൽ നടക്കുന്നത്, എന്താണ് ലോ സ്റ്റേഷനറി സ്റ്റേജ്, ഏതെല്ലാം കോണ്ടിനെന്റുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം എ ബി സി അതുപോലെ തന്നെ ബി സി ഡി, എ ബി ഡി, എ സി ഡി 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. നോട്ടസ്റ്റീൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്, ലോ സ്റ്റേഷനറി സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്, കോണ്ടിനെന്റൽ ലെവലിൽ എക്സ്ട്രീം ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഏഷ്യ ആൻഡ് യൂറോപ്പിലാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നോക്കാം, ഉത്തരത്തിലേക്ക് കിടക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4 എ സി ഡി. അപ്പം എന്താണ് ഓപ്ഷൻ എ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? നോക്കിക്കേ, ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. വൈ എ ഈസ് ഇൻകറക്റ്റ്? അതായത് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആവാനുള്ള റീസൺ 1929 വാറൻ തോംസൺ ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നീട് 1945 ഫ്രാങ്ക് നോട്ടസ്റ്റീൻ ഇത് റീഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അടുത്തത് എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി വരാത്തത്? ഓപ്ഷൻ ബി എന്ന് പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജിൽ ബർത്ത് റേറ്റ് കൂടുന്നു, ഡെത്ത് റേറ്റ് കുറയുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം റാപ്പിഡ് ആയിട്ട് പോകുന്നു. അതായത് ബർത്ത് റേറ്റ് അസാധ്യമായിട്ടുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്തു പോകുന്നു, അതേസമയം ഡെത്ത് റേറ്റ് കുറയുന്നു. കാരണം കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും മറ്റുമെല്ലാം തന്നെ ലഭ്യമായി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഉറപ്പായിട്ടും എന്തിലേക്ക് നയിക്കുന്നുണ്ട്? പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് നയിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. In the low stationary stage of demographic transition, infant mortality rates remain high. നോക്കാം,
എങ്ങനെയായിരിക്കും അത് ഇൻകറക്റ്റ് ആവാൻ കഴിയുന്നത്? ലോ സ്റ്റേഷനറി സ്റ്റേജ് എന്ന് പറയുന്ന 4th സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലോ ബർത്ത് റേറ്റ് ആണ് സംഭവിക്കുന്നത്, ലോ ഡെത്ത് റേറ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ആഫ്രിക്കയിലും യൂറോപ്പിലുമാണ്. ആഫ്രിക്കയിലെ ഹൈ ആയിട്ടുള്ള ഗ്രോത്തും യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് അത് വളരെ ലോ ആയിട്ടുള്ള ഗ്രോത്തും ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക, അതിലുള്ള ഇൻകറക്റ്റ് എന്താണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കറക്റ്റ് ആയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം 1929 വാറൻ തോംസൺ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇത് ഫോർമലൈസ് ചെയ്യുന്നത് ആരാണ്? 1945 ലോട്ടസ്റ്റീൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദി സ്ക്രീൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. So option A എന്താ തന്നിരിക്കുന്നത്? In the oceans the highest salinity is found in the latitudinal belt of 15 degree north to 10 degree south. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ സലിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിലുള്ള സലൈൻ കണ്ടന്റ്, സോൾട്ട് കണ്ടന്റ് ആണ് അല്ലേ? അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് 15 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്തിലാണ്. സോഡിയം ക്ലോറൈഡ് ഈസ് ദ ലീഡിംഗ് സോൾട്ട് ഇൻ ഓഷ്യൻസ്. ഓഷ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്തത്, ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് അനറ്റോലിയൻ പ്ലാറ്റ്യൂ ഹാസ് ദ salinity of 240 parts per 1000. അടുത്തെന്ന് പറയുന്നത് ബസാൾട്ടിക് സീ salinity ഈസ് മച്ച് ബിലോ ദ നോർമൽ salinity ഓഫ് ദ ഓഷ്യൻ. ഓക്കെ, അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. A and B are correct, B and D are correct, അതുപോലത്തെ A and C are correct, A and D ഓൺലി. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഹയസ്റ്റ് സലിനിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് 15 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത് വരെയുള്ള ലാറ്റിറ്റ്യൂഡിനൽ ബെൽറ്റിലാണ്. അടുത്തെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് ഏറ്റവും ഹയസ്റ്റ് സലിനിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേറ്റ് സാൾട്ട് ലേക്കിലുള്ള സലിനിറ്റി എന്ന് പറയുന്നത് 240 parts per 1000 ആണ്. ഓക്കെ, അത് അനറ്റോളിയൻ പ്ലാറ്റോയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാൾട്ടിക് സീയുടെ സലിനിറ്റി എന്ന് പറയുന്നത് നോർമൽ സലിനിറ്റി റേറ്റിനേക്കാൾ കുറവാണ്. ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ? ഓഷ്യൻ വാട്ടറിൽ ഏറ്റവും കൂടുതലുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ, NaCl ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം നമുക്ക് കണ്ണടച്ചിട്ട് എന്ത് പറയാം? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. അപ്പം ബി വരുന്ന ഓപ്ഷനുകൾ ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യാം? നമ്മൾ എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 3, 4 എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പം 1 and 2 either A ആയിരിക്കണം അല്ലെങ്കിൽ D ആയിരിക്കണം, കാരണം B കോമൺ ആണല്ലോ. അപ്പം A എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹയസ്റ്റ് സാലിനിറ്റി എന്ന് പറയുന്നത് 15 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത് വരെയാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാൾട്ടിക് സാലിനിറ്റിയിലുള്ള സി എന്ന് പറയുന്നത് നോർമൽ സാലിനിറ്റിനേക്കാൾ കുറവാണ്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ 2, B and D. എന്തായിരുന്നു ബി എന്ന് പറയുന്ന ഓപ്ഷൻ? സോഡിയം ക്ലോറൈഡ് ഈസ് ദ ലീഡിംഗ് സോൾട്ട് ഇൻ ഓഷ്യൻസ്. അപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായിരുന്നു? ബാൾട്ടിക് സീയിലുള്ള സലിനിറ്റി എന്ന് പറയുന്നത് മച്ച് ബിലോ ദ നോർമൽ സലിനിറ്റി ഓഫ് ദ ഓഷ്യൻസ് അല്ലേ. അപ്പം നമുക്ക് അറിയണം എന്താണ് ആവറേജ് ഓഷ്യൻ സലിനിറ്റി എന്ന് പറയുന്നത്. ആവറേജ് ഓഷ്യൻ സലിനിറ്റി എന്ന് പറയുന്നത് 35 parts per 1000 ആണ്. അപ്പം ബാൾട്ടിക് സീയിൽ എന്ന് പറയുന്നത് ബ്രാക്കിഷ് വാട്ടർ ബോഡി വിത്ത് വെരി ലോ സലിനിറ്റി ആയതിനെ കൊണ്ട് ഇവിടുത്തെ വാട്ടർ സലിനിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 parts per 1000 to 10 parts per 1000 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനെ കൊണ്ട് നോർമൽ ലെവലിനേക്കാൾ കുറവായതിനെ കൊണ്ട് ഓപ്ഷൻ ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഹയസ്റ്റ് സോളിനിറ്റി എന്ന് പറയുന്നത് 20 ഡിഗ്രി ടു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് കാണാൻ കഴിയുന്നത്, 15 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്തിലല്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഹൈ ഇവാപ്പറേഷൻ അതുപോലെ തന്നെ ലെസ് റെയിൻഫോൾ ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആവാൻ കാരണം അതേ സോഡിയം ക്ലോറൈഡ് ഈസ് ദ ഡോമിനന്റ് സോൾട്ട് ഇൻ ഓഷ്യൻസ്.
അപ്പം ഇതിന്റെ അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 77% ആണ്. അതുകൂടാതെ മാഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, മാഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻകറക്റ്റ് ആവുന്നത്? ഗ്രേറ്റ് സോൾട്ട് ലേക്കിലെ സലിനിറ്റി എന്ന് പറയുന്നത് 5 parts per thousand to 27 parts per thousand ആണ്, നോട്ട് 240 parts per thousand. ഓക്കെ അല്ലേ? അടുത്തത് ബാൾട്ടിക് സീയിൽ സലിനിറ്റി എന്ന് പറയുന്നത് വെരി ലോ ബിക്കോസ് ഓഫ് ദ ലാർജ് റിവർ ഇൻഫ്ലോ, ലോ ഇവാപറേഷൻ, സെമി എൻക്ലോസ്ഡ് സീ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇത്രയും നേരം നമ്മൾ 5 ചോദ്യങ്ങളാണ് കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ക്ലിയർ വിത്ത് ദിസ് 5 questions. Next question on the screen. Arrange the following leading exports in the world merchandise trade in 2024 in descending order of their share. അപ്പം താഴെ തന്നിരിക്കുന്ന ലീഡിംഗ് എക്സ്പോർട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് 2024 കണക്കുകൾ പ്രകാരം. അപ്പം നെതർലാൻഡ്, USA, ചൈന, ജപ്പാൻ ലീഡിംഗ് എക്സ്പോർട്ടേഴ്സ് എന്തിലാണ്? മെർച്ചൻഡൈസ് ട്രേഡ്. കുറച്ച് ഒരു മേ ബി ഒരു ചെറിയ ഒരു ഡിഫിക്കൽട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഇപ്പം ചൈന എന്ന് പറയുന്നത് എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് കീ എക്സ്പോർട്ടേഴ്സ് ഒക്കെ? എന്തായിരിക്കും? ഇലക്ട്രോണിക് ഗുഡ്സുകൾ, അതുപോലെ തന്നെ മെഷീനറീസ്, ടെക്സ്റ്റൈൽസ് അല്ലെ. USA ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ സപ്ലൈയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എനർജി, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസുകളെല്ലാം വരുന്നുണ്ട്. നെതർലാൻഡ് കെമിക്കൽ പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ മെഷീനറീസ്, ഫുഡ് എക്സ്പോർട്ടേഴ്സ് ആണ്. ജപ്പാൻ നമുക്കറിയാം ഈ മോട്ടോർ വെഹിക്കിൾസ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരിക്കും കറക്റ്റ് ആൻസർ. എന്തെങ്കിലും ഗസ് ഉണ്ടാവും, നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ 3CBAD. നമുക്ക് നോക്കാം. സോ ചൈനയാണ് നമുക്ക് ഉള്ളിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് സെക്ടർ, ആസ് ബിക്കോസ് ഓഫ് ദേ ആർ എക്സ്പോർട്ടിങ് വാട്ട്? ഇലക്ട്രോണിക് എക്സ്പോർട്സ്, ഇലക്ട്രോണിക് ഗുഡ്സുകൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽസ്. അപ്പം ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ തന്നെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ് എന്ത്? ചൈന എന്ന് പറയുന്നത്. വേൾഡ് ലാർജസ്റ്റ് മെർച്ചൻഡൈസ് എക്സ്പോർട്ടർ എന്നറിയപ്പെടുന്നതും ചൈനയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലുള്ള അവരുടെ ഒരു ഡോമിനൻസ് ആണ് ഈ ഒരു നെയിം അവർക്ക് കിട്ടാൻ കാരണമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ USA എടുക്കുന്ന സമയത്ത് USA സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഓക്കെ, ഹൈടെക് എക്യുപ്മെന്റ്സും മറ്റുമെല്ലാം തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് വരുന്നത് ചൈന, ദെൻ USA. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് നെതർലാൻഡ് ആണ്. കൃത്യമായിട്ടുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കെമിക്കൽസും മറ്റ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രികളിൽ ഏറ്റവും കൂടുതൽ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ലീഡിങ് എക്സ്പോർട്ടർ ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജപ്പാൻ. ഓക്കെ, അപ്പം ചൈന, USA, നെതർലാൻഡ്, ജപ്പാൻ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. Okay, next question. Which one of the following is an example of exhaustible but reusable resource according to Renner? So Renner's അഭിപ്രായത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് one of the example for exhaustible but reusable resource എന്നറിയപ്പെടുന്നത്? ടിന്ന്, അതുപോലെ തന്നെ വിൻഡ്, ഹ്യൂമൻ ടാലന്റ്, അടുത്തെന്ന് പറയുന്ന നാച്ചുറൽ ഗ്യാസ്. അപ്പം നമുക്ക് എക്സോസ്റ്റബിൾ അതുപോലെ തന്നെ ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം അല്ലേ? ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുമ്പോൾ ഡു നോട്ട് ഡിമിനിഷ് സിഗ്നിഫിക്കൻ്റ്ലി റിഗാർഡ്ലെസ് ഓഫ് ഹ്യൂമൻ യൂസ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടല്ലാതെ അത് ഓട്ടോമാറ്റിക്കലി കുറയാനുള്ള സാധ്യത കുറവാണ്. അതായത് വിൻഡ്, സോളാർ എനർജി, മനസ്സിലാവുന്നുണ്ടോ? അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റീപ്ലെനിഷ്മെന്റ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഡിമിനിഷിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അവിടെ വരുന്നില്ല. ഓക്കെ, അതേസമയം എക്സോസ്റ്റബിൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? സം മിനറൽസ് ഓർ മെറ്റീരിയൽസ് ദാറ്റ് ആർ ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി, ഓക്കെ, ബട്ട് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ത്രൂ റീസൈക്ലിംഗ്, അതുപോലെ തന്നെ മെൽറ്റിംഗ് ഡൗൺ, അങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എക്സോസ്റ്റബിൾ ആയിട്ടും അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഒരു റീസോഴ്സസിനുമുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്നത്?
എന്താണ് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്തായിരിക്കും? ഓപ്ഷൻ എ ടിൻ. എന്തുകൊണ്ടാണ് ടിൻ? ടിൻ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയും, അതുകൂടെ തന്നെ മെൽറ്റിംഗ് ഡൗൺ പ്രോസസ്സിലൂടെ നമുക്ക് റീയൂസബിൾ ചെയ്യാനും കഴിയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഇത് എക്സോസ്റ്റബിൾ അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഒരു 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 മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഗോൾഡ്, സിൽവർ, അതുകൂടാതെ അയൺ, കോപ്പർ എല്ലാം തന്നെ ഇതിൽ വരുന്ന എക്സാമ്പിളാണ്. So according to Renner's resource classification, resource type, അതുപോലെ തന്നെ എക്സോസ്റ്റബിൾ, റീയൂസബിൾ, എക്സോസ്റ്റബിൾ, നോൺ റീയൂസബിൾ, ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ടിൻ എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ആണ്, അതുപോലെ തന്നെ റീയൂസ് ചെയ്യാനും കഴിയുന്ന ഒന്നാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. Capital city of which of the states is located in the least earthquake hazard sensitivity zone? അപ്പം താഴെ തന്നിരിക്കുന്നവയിലെ ഏത് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ലീസ്റ്റ് എർത്ത്ക്വേക്ക് ഹസാർഡ് സെൻസിറ്റിവിറ്റി സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പം നമുക്ക് നോക്കിക്കേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം, ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്ന് അറിയണം, ആ ക്യാപിറ്റൽ സിറ്റി ഏത് സോണിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലേ? അപ്പം ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്? കൊൽക്കത്ത. മഹാരാഷ്ട്ര മുംബൈ. അതുപോലെ തന്നെ മിസോറാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഐസ്വാൾ. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് റായ്പൂർ. ഓക്കെ, അപ്പം ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തേത് ഇത് ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഛത്തീസ്ഗഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ 2 വരുന്നതാണ്. സോൺ 2 എന്ന് പറയുന്നത് ലീസ്റ്റ് എർത്ത്ക്വേക്ക് ഹസാർഡ് സോൺ ആണ്. അടുത്തത് നമ്മൾ എടുക്കാം മിസോറാം എടുക്കുന്ന സമയത്ത് സോൺ 5 വരുന്നതാണ്. അടുത്തത് മഹാരാഷ്ട്ര. ബിക്കോസ് മിസോറാം എന്തുകൊണ്ട് സോൺ 5 വരുന്നത്? ഇതെല്ലാം ഹിമാലയസിന്റെ പാർട്ടായിട്ട് വരുന്നതിനെ കൊണ്ട്. അടുത്ത നോക്കിക്കുക മഹാരാഷ്ട്രന്റെ ക്യാപിറ്റൽ മുംബൈ. ഓക്കെ, അപ്പം ഇത് സോൺ 3 വരുന്നതാണ്. പ്രൈമറിലി ഇത് വരുന്നത് സോൺ 3 അടുത്ത വെസ്റ്റ് ബംഗാളിലെ ക്യാപിറ്റൽ കൊൽക്കത്ത. സോൺ 4 or 5 ഇത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ ഒരുപാട് സമയം ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ 4 ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ 4 ഛത്തീസ്ഗഡ്. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്? സോൺ 2 വരുന്നത്. സോൺ 2 വരുമ്പം റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, ക്യാപിറ്റൽ സിറ്റീസ് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമുക്കറിയാം, ആ ഒരു ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ? സോ റായ്പൂർ ഈസ് സേഫസ്റ്റ് വൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, അസേഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് അസേഷൻ തന്നിരിക്കുന്നത്? ദ ജെയിൻസ് ലീസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. സോ റീസൺ എന്ന് പറയുന്നത് എന്താണ്? കൺവേർഷൻ ഇൻ ടു അതർ റിലീജിയസ് ഫെയ്ത്ത് ഈസ് വെരി കോമൺ ഇൻ ജെയിൻസ് ഇൻ ഇന്ത്യ. അപ്പം ജെയിൻ പോപ്പുലേഷൻ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ലീസ്റ്റ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ആണ് കാണിക്കുന്നത് 2001-11 കാലഘട്ടങ്ങളിൽ. അതിനുള്ള റീസൺ എന്താണ്? കുറേ പേര് റിലീജിയസ്ലി കൺവേർട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും ഓപ്ഷൻസിലേക്ക് കിടക്കാം. Both A and R to R is the correct explanation. A and R are correct. R is not the correct explanation. A is correct. R is not correct. A is not correct. R is correct. എന്തായിരിക്കും ഇതിന് ആൻസർ? ഐഡിയ ഉണ്ടോ? നമുക്ക് നോക്കാം. So A is correct, R is not correct. Growth rate least population ആണ്, അല്ലെങ്കിൽ least growth rate of population ആണ് ജെയിൻ കമ്മ്യൂണിറ്റിയിൽ കാണിക്കുന്നത്. But it doesn't mean that conversion is happening. Okay. Yes. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Yes.
അറേഞ്ച് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ക്രോണോളജിക്കലി ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ജോഗ്രഫിക്കൽ തോട്ട്. അപ്പം താഴെ തന്നിരിക്കുന്ന കോൺസെപ്റ്റുകൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. അവരുടെ ടൈം പീരീഡ്, അതായത് ഏത് വർഷമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഒരു കോൺസെപ്റ്റിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. യെസ്, സോ എന്തെല്ലാം കോൺസെപ്റ്റുകളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? ആലോചിച്ച് നോക്കിക്കേ. ടെലിയോളജിക്കൽ അപ്രോച്ച് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ടെലിയോളജിക്കൽ അപ്രോച്ച് കാൾ റിട്ടർ. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ളത് ലെമൻസ്ട്രം ആണ്. ലെമൻസ്ട്രം റാറ്റ്സലിന്റെ കോൺസെപ്റ്റ് ആണ്. സ്വീക്കൻഡ് ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് വിറ്റ്ലസിയുടെ കോൺസെപ്റ്റ്. ടോപ്പോഫില എന്ന് പറയുന്നത് ഈ ഫൂട്ടുവാന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം 4 കോൺസെപ്റ്റുകളാണ് കാൾ റിറ്ററിൻ്റെ ടെലിയോളജിക്കൽ അപ്രോച്ച്, റാറ്റ്സലിൻ്റെ ലെബൻസ്ട്രം, അതുകൂടാതെ വിറ്റ്ലസിയുടെ സീക്വൻഡ് ഒക്യുപ്പൻസ്, അതുപോലെ തന്നെ യൂഫൂട്ടുവാൻ്റെ ടോപ്പോഫില. ഓക്കെ, ടോപ്പോഫില. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? BCDA, CBDA, CBAD, BCAD. ഓക്കെ, ഇവിടെ ഡി എന്ന് പറയുന്ന ടോപ്പോഫിലയാണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? സി എന്ന് പറയുന്നത് നമ്മളുടെ ടെലിയോളജിക്കൽ അപ്രോച്ചാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ലെബൻസ്ട്രം, എ എന്ന് പറയുന്നത് സീക്വൻസ് ഒക്യുപ്പൻസ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 CBAD ആണ്. ടെലിയോളജിക്കൽ അപ്രോച്ചാണ് റിട്ടർ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 18th സെഞ്ചുറി, ഏർലി 19th സെഞ്ചുറിയിലൊക്കെയാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ഈ ടെലിയോളജിക്കൽ അപ്രോച്ച് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചെറുതായിട്ട്. അപ്പം ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് എമംഗ് ദ ഗിവൻ ചോയ്സസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം യൂണിവേഴ്സൽ ആൻഡ് ഓൾ നാച്ചുറൽ ഫിനോമിനാസ് വർ ഡിസൈൻഡ് ബൈ എ ഡിവൈൻ പവർ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, അപ്പം ഒരു ഡിവൈൻ പവർ, ഒരു സുപ്രീം പവറാണ് ഇതെല്ലാം ചെയ്യാൻ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അത്. ഓക്കെ, സോ കാൾ റിട്ടർ വാസ് എ മേജർ പ്രൊപ്പോണന്റ് ആൻഡ് വ്യൂയിങ് എർത്ത് ആസ് ആൻ എഡ്യൂക്കേഷണൽ ഹോം ഫോർ ഹ്യൂമാനിറ്റി ഡിസൈൻഡ് ബൈ ദ ഗോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെബൻസ്ട്രം. ഓക്കെ, ലെബൻസ്ട്രം എന്ന് പറയുന്നത് റാറ്റ്സൽ ലേറ്റ് 19th സെഞ്ചുറിയിൽ, അത് 1897 ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ലിവിങ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ലെബൻസ്ട്രം എന്ന് പറയുന്ന വേർഡിലൂടെ ഡിനോട്ട് ചെയ്യുന്നത്. So this concept is emerged from Ratsel work in human geography. നമുക്കറിയാം അല്ലേ, ആന്ത്രോപോജോഗ്രഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയാണ്. So it suggested that a state or a nation is like a biological organism that need to be expanded its territory to survive and grow. അപ്പം ഒരു ടെറിറ്ററിയോ അല്ലെങ്കിൽ it is like a biological organism and it need to be expanded എന്നാണ് പറയുന്നത്. അടുത്തതാണ് സീക്വന്റ് ഒക്യുപ്പൻസ് എന്ന് പറയുന്നത്. സീക്വന്റ് ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് വിറ്റ്ലസിയുടെ കോൺസെപ്റ്റ് ആണ്. 1929 ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം chronological sequence of different group of people, countries are living in a specific area. ഓക്കെ, ഇപ്പോൾ സക്സസീവ് ആയിട്ടുള്ള കൾച്ചർ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ ഇംപ്രിൻസുകളെ കുറിച്ച് പഠിക്കാനും എല്ലാം തന്നെ നമുക്കിത് ഉപയോഗിക്കാം. അടുത്തതാണ് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ടോപ്പോഫില എന്ന് പറയുന്നത്. ഈ ഫൂട്ടുവാൻ ലേറ്റ് 20th സെഞ്ചുറിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താ പറയുക, ലവ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ അഫക്റ്റീവ് ബോണ്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ പ്ലേസ്. മനസ്സിലാവുന്നുണ്ടോ? ടോപ്പോഫില. അപ്പം നമ്മളുടെ നേറ്റീവ് പ്ലേസിനോട് നമുക്കൊരു ലവ് ഉണ്ടാവുമല്ലോ. അപ്പം ലവ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ടോപ്പോഫില എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഫൂട്ടുവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, actually it is a subjective human experience rather than just an objective data. Okay,
അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ടെലിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ആൻഷ്യൻ ജോഗ്രഫിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ഡിവൈൻ, അതായത് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ടാവും, അത് ഡിവൈനായിട്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒന്നാണ്. ലെബൻസ്ട്രം എന്ന് പറയുന്ന ലിവിങ് സ്പേസ്, അവിടെ നമുക്ക് എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നടക്കണം. ഇറ്റ് ഈസ് ലൈക്ക് എ ബയോളജിക്കൽ ഓർഗാനിസം. സീക്വന്റ് ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് വിറ്റ്ലസി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹ്യൂമൻ ഓക്യുപ്പേഷനിലൂടെ ഇവോൾവ് ചെയ്തു വരുന്ന ഒന്നാണ്. ടോപ്പോഫില എന്ന് പറയുമ്പോൾ ലവ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ. യെസ്.